Fire-boltt Ninja G301 Fire-boltt എന്ന് പറയുന്ന ബ്രാൻഡിൽ ഏറ്റവും റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് TWSകളിൽ ഒന്നാണ്. 999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുവാണെങ്കിൽ 1000 രൂപയ്ക്കുള്ളിൽ നിങ്ങളൊരു ഹാഫ് ഇൻ ഇയർ TWS നോക്കുന്നെങ്കിൽ ഈ ഒരു Fire-boltt Ninja G301 വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകളെന്ന് മനസ്സിലാകുന്നതാണ്. Fire-bolttന്റെ ഓഡിയോ ഗാഡ്ജറ്റുകൾ പൊതുവെ ഞാൻ മുന്നേ കണ്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു ബോൾട്ടും അതുപോലെ തന്നെ ബോട്ടും ഒക്കെ തന്നെ വാച്ച് കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്ത് തുടങ്ങിയല്ലോ. അപ്പോൾ പിന്നെ വാച്ച് മാത്രം വിറ്റിടുന്ന Fire-boltt ചിന്തിച്ച് കാണും ഓഡിയോ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ ഞാനും എന്തുകൊണ്ട് വിറ്റുകൂടാന്നുള്ളത്. ആ ഒരു തോട്ടിൽ നിന്നായിരിക്കും ഈ ഒരു Fire-bolttന്റെ ഉത്ഭവം. എന്തായാലും ബോക്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് Fire-boltt കൂടാതെ പ്രോഡക്റ്റിന്റെ ഫോട്ടോയും Fire-boltt Ninja G301 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വലത് സൈഡിൽ കുറച്ച് കാര്യങ്ങൾ ഹൈലൈറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയുന്നുണ്ട്, ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഇടത് സൈഡിൽ നോക്കുകയാണെങ്കിൽ അൺബീറ്റബിൾ ഓഡിയോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി പിറകിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറയും. MRP നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് 4499 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 999 ആണ് ഇപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത്. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഏപ്രിൽ 2022, അതുപോലെ തന്നെ കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ബ്ലാക്ക് കളറാണ്, ഇതല്ലാണ്ട് വൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഏതാണെങ്കിലും നമുക്ക് 999 രൂപ കിട്ടും. അപ്പോൾ ഇനി ബോക്സ് പൊട്ടിക്കുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഒരു Type-C കേബിളും ഉണ്ട്. കൂടാതെ പ്രോഡക്റ്റിനെ കൂടെ കിട്ടുന്ന കുറച്ച് പേപ്പർ വർക്ക്സിൽ ഒന്നെന്ന് പറയുന്നത് യൂസർ മാനുവലാണ്. അതുപോലെ തന്നെ ബോൾട്ട് പ്ലേ എന്ന് പറയുന്ന ആപ്പിൻ്റെ ഒരു മെമ്പർഷിപ്പിൻ്റെ ഒരു സംഭവമുണ്ട്, വാറണ്ടി രജിസ്ട്രേഷൻ്റെ ഒരു സംഭവമുണ്ട്, സർപ്രൈസ് എന്തോ ഒരു സംഭവം വേറെ സംഭവമുണ്ട്. അതുപോലെ തന്നെ ഗാന ആപ്പിൻ്റെ 3 മാസത്തേക്കുള്ള ഫ്രീ സബ്സ്ക്രിപ്ഷനുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എന്തായാലും വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു സൈസോട് കൂടിയിട്ടാണ് നമുക്കൊരു കേസ് കാണാൻ സാധിക്കുന്നത്. ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ നോയ്സിൻ്റെ എയർബഡ്സ് മിനി ഉണ്ടല്ലോ, അതേപോലെയാണ്. പക്ഷേ നോയ്സിൻ്റെ മിനി ഇത്തിരി കൂടി ചെറുതാണ്, എന്നാൽ ഇത് കുറച്ചുകൂടെ ബൾക്കിയാണ്. എന്നാൽ സൈസിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചെറുത് തന്നെയാണ്. ഏറ്റവും മുന്നിലായിട്ട് 4 LED ഇൻഡിക്കേറ്റേഴ്സും Fire-bolttന്റെ ലോഗോയും ഉണ്ട്. കൂടാതെ ഏറ്റവും പുറകിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏറ്റവും അടിയിലായിട്ട് നമ്മുടെ Type-C പോർട്ടും ഉണ്ട്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെന്ന് പറയാനേ പറ്റത്തുള്ളൂ. ഭയങ്കര ക്വാളിറ്റി നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ മാറ്റ് ഫിനിഷ്ഡ് ആണ്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഇനി കേസിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല. 250 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ളൊരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. 250 mAh നമുക്ക് 24 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. അതുപോലെ തന്നെ 2 മണിക്കൂറാണ് 100% ചാർജ് ആകാനായിട്ട്. 240 മണിക്കൂർ നമുക്ക് സ്റ്റാൻഡ് ബൈയും നമുക്കിതിൽ കിട്ടുന്നതാണ്. ഇനി കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ ലൈറ്റ് LED ഇൻഡിക്കേറ്റർ ഇവിടെ കത്തിയിട്ടുണ്ട്. 25, 50, 75, 100 എന്നിങ്ങനെ ആ ഒരു കേസിൻ്റെ ബാറ്ററി ലെവൽ അറിയിക്കാനാണ് ഈ ഒരു പച്ച ലൈറ്റ് ഇങ്ങനെ കത്തിക്കിടക്കുന്നത് കേട്ടോ. ഇയർബഡുകൾ ഇതേ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനൊക്കെ തന്നെയാണ്, കുഴപ്പമില്ല കേട്ടോ. ഒരു ഹാഫ് ഇൻ ഇയർ ആണെങ്കിലും കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് കേട്ടോ. പൊതുവേ ഉള്ളതാണ് കല്ല കണ്ട കുറച്ചൊന്ന് ഇങ്ങോട്ട് വളഞ്ഞിട്ടൊക്കെ ഉള്ളൊരു ഡിസൈനാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്, അതിലൊന്നും വേറെ ഒരു സംശയവുമില്ല. പുറകിൽ ആ ഒരു ഫ്ലാഷിൻ്റെ നമ്മുടെ Fire-bolttന്റെ നടുക്കുള്ളൊരു ലോഗോ ഉണ്ടല്ലോ, അത് വന്നിട്ടുണ്ട്. കൂടാതെ ഒരു ഗോൾഡ് ഭാഗവും ഇവിടെ കാണാം. ആ ഒരു ചാർജിങ് കോണ്ടാക്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഒരു 3.5 ഗ്രാംസോ അല്ലെങ്കിൽ 4 ഗ്രാംസിനോ ഉള്ളിലേ വരത്തുള്ളൂ നമ്മുടെ ഇയർബഡുകളുടെ വെയിറ്റ്, അത് ഉറപ്പാണ്. ഒരു 80% നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് മാറ്റ് ഫിനിഷ്ഡ് ആണ്. എന്നാൽ ഈ ഒരു ഇയറിൻ്റെ ഭാഗത്തേക്ക് ആ ഒരു ഇയർ കനാലിലേക്ക് ഇറക്കി വെക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു ഗ്ലോസി ഫിനിഷ്ഡ് ആണ്. അവിടെ പെട്ടെന്ന് ഗ്ലോസി ആയതുകൊണ്ട് അവിടെ ചെറുതായിട്ട് പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് ഉണ്ട്. 13 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഇയർബഡുകൾ വരിക. കൂടാതെ 4 hours നമുക്ക് സിംഗിൾ ചാർജിൽ കിട്ടും പ്ലേ ടൈം. 1 മണിക്കൂർ വേണം ഇയർബഡുകൾ 100% ചാർജ് ആകാനായിട്ട്. പിറകിൽ LED ഒക്കെ ഉണ്ട്. എന്തായാലും ഞാനിങ്ങനെ തൊടുമ്പോഴത്തേക്ക് എന്തൊക്കെയോ സൗണ്ട് അവിടെ ഇവിടെ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടച്ച് കൺട്രോൾസ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എന്തായാലും ഞാനിതൊന്നേ മൊബൈലോട്ട് കണക്ട് ചെയ്തിട്ട് മ്യൂസിക് ക്വാളിറ്റി, മൈക്ക് ക്വാളിറ്റി, അതുപോലെ തന്നെ ടച്ച് എവിടേക്കാണെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ Fire-boltt വെച്ചിട്ടേ ഞാൻ ഗെയിം കളിച്ചു, അതുപോലെ തന്നെ വീഡിയോസ് കണ്ടു, കൂടാതെ മ്യൂസിക് കേട്ടു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നതിന് മുന്നേ ഇതിലെടുത്ത് പറയാൻ വിട്ടുപോയ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി ഡിവൈസ് ഏതിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകും. അതായത് നമ്മുടെ SuperSync ടെക്നോളജി അല്ലെങ്കിൽ ഇൻസ്റ്റാ വേക്കൻ പെയർ ടെക്നോളജി പോലെ ഇതിനകത്ത് SuperSync ടെക്നോളജി ഉണ്ട്. അപ്പോൾ അത് 999 കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എടുത്ത് പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇനി നമ്മുടെ ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ടച്ച് സെൻസേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവിടെ അല്ല, സൈഡിലായിട്ടാണ്. സൈഡിലെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു സൈഡിലേ ഉള്ളൂ, 2 സൈഡിലില്ല. അതായത് നമ്മൾ ചെവിയിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗം മുന്നിലോട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ഭാഗത്താണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ആക്യുറേറ്റ് ആണ്, അതിലൊന്നും വേറെ ഒരു സംശയവുമില്ല. ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലുതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോൾ എടുക്കാനും
കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. വലതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് നമ്മൾ വലതിൽ ചെയ്യുവാണെങ്കിൽ മ്യൂസിക് വോളിയം അപ്പ് ആവും. അതുപോലെ തന്നെ ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മ്യൂസിക് ഡൗൺ ആവും. കണ്ട ഇത്. പക്ഷേ ഈ ടാപ്പ് ആൻഡ് ഹോൾഡ് അത്രയ്ക്കും എനിക്ക് അങ്ങോട്ട് എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ചെറുതായിട്ട് ഒന്ന് കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. കൂടാതെ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുവാണെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി ഇപ്പോൾ വന്നു കണ്ടോ, അത് വർക്കൗട്ട് ആകും. അതുകൊണ്ട് തന്നെ ബേസിക് ടച്ച് കൺട്രോൾസിന്റെ കാര്യത്തിൽ ആ ഒരു ടച്ച് സെൻസിറ്റിവിറ്റിയുടെ കാര്യത്തിലും ഒരിക്കലും ഒരു സംശയവും വെക്കേണ്ട ഈ ഒരു ഫയർപോർട്സിൽ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫയർബോൾട്ട് നിഞ്ച G301 നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇതിനകത്ത് ആക്ച്വലി ഫയർ ടെക്നോളജി എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ എൻവയോൺമെന്റൽ നോയിസ് ക്യാൻസലേഷൻ. ഞാൻ നോർമലിയാണ് സംസാരിക്കുന്നത്. ഇൻഡോറിനകത്ത് എന്തുമാത്രം ആ ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് മൈക്ക് ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നിങ്ങൾ കോളിംഗ് പേർപ്പസിന് ഫയർബോൾട്ട് നിഞ്ച G301 വാങ്ങിച്ചാൽ അത് വർത്ത് ബൈയിങ് ആകുമോ ഇല്ലയോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അത് ഈ ഒരു വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഇപ്പോൾ കേട്ട മൈക്ക് ക്വാളിറ്റി ഞാൻ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് വിളിക്കും, എന്നിട്ട് ആ ഒരു കോൾ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് നേരെ ഇങ്ങോട്ട് കൊണ്ട് ഇമ്പോർട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റി മനസ്സിലാകും. എനിക്ക് ആകെ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഒറ്റ സംഭവം മാത്രമേ ഉള്ളൂ, അത് ഈ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. അതല്ലെങ്കിൽ മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും ബിൽഡ് ക്വാളിറ്റി ഒക്കെ തന്നെ നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാലേ ആ ഒരു പക്കാ എക്സ്പീരിയൻസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ടാണ് ഇങ്ങനെ കോൾ വിളിച്ചിട്ട് ഇങ്ങോട്ട് ഇപ്പോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. നേരത്തെയൊക്കെ നമ്മുടെ ബ്ലൂടൂത്ത് മൈക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാമറ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ച് ഫാർ ബെറ്റർ ആയിരിക്കും നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് കോൾ ചെയ്യുമ്പോഴത്തേക്ക്. അപ്പോൾ പക്കാ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ബോട്ടിന്റെ എയർഡോപ്സ് 460 അതിനകത്ത് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് ക്വാളിറ്റി ബ്രോയുടെ വീഡിയോ വിശ്വസിച്ച് വാങ്ങിച്ചിട്ട് ഡിസപ്പോയിന്റഡ് ആയി. ഞാൻ ആ സത്യം പറഞ്ഞാൽ ആ ഒരു 460 തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്ക് ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഓവർ ഹെഡിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത്. അതുപോലെ അതിനകത്തും ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മൈക്ക് ക്വാളിറ്റി ഒക്കെ. എന്നിട്ടും അത് കണ്ടിട്ട് വാങ്ങിച്ചിട്ട് അവസാനമില്ല എന്താ പറയുക, വാങ്ങിച്ചിട്ട് അബദ്ധം പറ്റിയിട്ട് മറ്റൊരാളുടെ തലയിലാക്കുന്ന പോലെയാണ് എൻ്റെ തലയിലോട്ട് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തന്നത്. എന്തായാലും അതൊക്കെ പോട്ടെ. എന്തായാലും വീണ്ടും പറയുന്നത് ഒരു മൈക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് കേട്ടിട്ട് മതിയെങ്കിൽ ഉറപ്പായിട്ടും പോവുക, അല്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളിത് വാങ്ങിക്കാതിരിക്കുക. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അതിനൊന്നും ഒരു പ്രശ്നമില്ല. അത്യാവശ്യം പാസീവ് നോയിസ് ക്യാൻസലേഷൻ തന്നെ നല്ല രീതിക്ക് വർക്കൗട്ട് ആകുന്നുണ്ട്. ഹാഫ് ഇൻ ഇയർ ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൂടുതൽ നേരം ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സവിശേഷത. പിന്നെ നിങ്ങളുടെ ചെവിയുടെ സൈസ് അനുസരിച്ചിട്ടാണ് കേട്ടോ. കാരണം 131 ഒക്കെ ചില ആൾക്കാർക്ക് വേദന എടുക്കുന്നുണ്ട്. പക്ഷേ ഞാനത് ഉപയോഗിച്ചിരുന്നപ്പോഴും എനിക്ക് അങ്ങനെ കുറേ നേരം ഉപയോഗിച്ചിട്ടും വലിയ ചെവി വേദന അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ലായിരുന്നു. ഇവിടെ ഇൻ ഇയർ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബേസ് ഡോമിനേറ്റഡ് ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ, ഒരു മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ബേസ് അത്യാവശ്യം ഉണ്ട്. പക്ഷേ നമ്മൾ ഇൻ ഇയറിൽ കിട്ടുന്ന അത്രയും പ്രതീക്ഷിച്ച് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കരുത്. നിങ്ങൾക്കൊരു ഹാഫ് ഇൻ ഇയർ ഇഷ്ടം, ബേസ് അത്യാവശ്യം വേണം, പക്ഷേ നല്ല വോക്കൽ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു പാട്ടുകളാണ് ആഗ്രഹമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് പോകുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല. BC AAC കോഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് 100% പാട്ട് കേട്ടാലും ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കത്തില്ല. പക്ഷേ നമ്മൾ 100% പാട്ട് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് 4 മണിക്കൂറേ ഉള്ളൂ ടോട്ടൽ പ്ലേ ടൈം. 100% കേൾക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും അത് 2.5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറിലേക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ 4 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ 10 മണിക്കൂറും 8 മണിക്കൂറും ഒക്കെയാണ് നോർമൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് പറയുക. ഒരു 70 to 80% നമ്മൾ കേട്ടാൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറയുന്നത് 5.1 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു പ്രോഡക്റ്റിൽ എടുത്ത് പറയാൻ സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലോ ലേറ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഗെയിം കളിക്കാൻ വാങ്ങിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നോട്ടീസബിൾ ആണ് ആ ഒരു ഡിലേ. അതുകൊണ്ട് തന്നെ നിങ്ങളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കളിക്കാൻ പോകുന്നില്ല. കൂടാതെ വീഡിയോസ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മ്യൂസിക് ഒക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് മ്യൂസിക് കേൾക്കുക അല്ലെങ്കിൽ വീഡിയോസ് കാണുക, കൂടാതെ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ടല്ലോ അതൊക്കെ ഓക്കെ ആണെങ്കിൽ അതും ഉണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം വാങ്ങിക്കുക. അതർവൈസ് ഗെയിമിങ്ങിന് വേണ്ടി ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോവേ വേണ്ട. ലോ ലേറ്റൻസി മോഡൊന്നും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനകത്ത് ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളതിൽ കൂടുതൽ കുറ്റവും പറയേണ്ട ആവശ്യമില്ല. ബ്ലൂടൂത്ത് വേർഷൻ 5.1 പെർഫോമൻസ് അത്യാവശ്യം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി ഇതിനകത്ത് പറയേണ്ട മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രോബാക്ക് ആയിട്ടും പറയാം, നമുക്കത് അഡ്വാൻറ്റേജ് ആയിട്ടും പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇയർബഡുകൾ ഇങ്ങനെ എപ്പോഴും ചെവിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് പൊതുവേ നമ്മുടെ ഡിപ്പെൻസ് നമ്മുടെ ഇയർ സൈസ് ആണ്. അപ്പോൾ അങ്ങനെ കയറ്റി വെക്കുന്ന സമയത്ത് ടച്ച് സെൻസേഴ്സ് ഈ ഒരു ഭാഗത്താണെങ്കിൽ, അതായത് മുകളുടെ ഭാഗത്താണെങ്കിൽ മ്യൂസിക് പ്ലേയും പോസും ആയിക്കൊണ്ടിരിക്കാൻ ചാൻസസ് ഉണ്ട്. എന്നാൽ
എന്നാൽ നിങ്ങൾ ഈ ഒരു സ്റ്റെം ഇങ്ങനെ ഈ സൈഡിൽ പിടിച്ചിട്ടാണ് കയറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുന്ന ഒരു ആളുകളാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടുത്തെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് മ്യൂസിക് പ്ലേയും പോസും ആയിക്കൊണ്ടിരിക്കും. പക്ഷേ നിങ്ങളുടെ ആ ഒരു എപ്പോഴും മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് താഴേക്ക് ഇങ്ങനെ പുഷ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഉറപ്പായിട്ടും ഇതിലേക്ക് പോകാം. കാരണം വെച്ചാൽ അവിടെ ഒന്നും ടച്ച് സെൻസേഴ്സ് ഇല്ല. പക്ഷേ ഇത് ആദ്യമായിട്ട് നിങ്ങൾ വാങ്ങിക്കുന്നുവെങ്കിൽ, ഒരു ഇയർബഡ് വാങ്ങിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഇതൊന്നും ഒരു ഡിസഡ്വാൻറ്റേജോ അല്ലെങ്കിൽ അഡ്വാൻറ്റേജോ ഒന്നും തന്നെ പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നിങ്ങൾ ഇതിൽ യൂസ്ഡ് ആവും, ഇങ്ങനെ നിങ്ങളിങ്ങനെ ടച്ച് ചെയ്യാനായിട്ടുള്ളൊരു യൂസ്ഡ് ആവും. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇത് അഡ്വാൻറ്റേജ് എന്നും പറയാം, ഡിസഡ്വാൻറ്റേജ് എന്നും പറയാം. 999 രൂപയ്ക്ക് നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ, ഒരു ഹാഫ് ഇൻ ഇയർ ഇയർബഡ് വേണം, അത്യാവശ്യം നല്ല മ്യൂസിക് ക്വാളിറ്റിയും അത്യാവശ്യം ബേസും ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു Fire-boltt Ninja G301 പോകുന്നതിൽ ഒരു കുഴപ്പമില്ല. Fire-boltt ഇതുപോലൊരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് ഇറക്കുമ്പോഴത്തേക്ക് വാങ്ങിക്കണമോ വേണ്ടിയോ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വിചാരിച്ചു എന്തായാലും ആദ്യമായിട്ട് അവർ ഇറക്കുവാണല്ലോ, അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്നുള്ള രീതിക്കാണ് ഞാൻ വാങ്ങിച്ചത്. എന്നാൽ എന്നെ അങ്ങോട്ട് ഡിസപ്പോയിന്റഡ് ആക്കിയില്ല. അത്യാവശ്യം നല്ല വർത്ത് തന്നെയാണ്. ഞാൻ ബോട്ടിന്റെ എയർഡോപ്സ് 131 പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഒരു പാട്ടയിൽ ഇട്ടിരിക്കുന്ന സംഭവം പോലെ ആയിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും അല്ല കേട്ടാ. പിന്നെ ഇത് കുറച്ചുകൂടെ ഉള്ളിലോട്ട് വയ്ക്കുകയാണെങ്കിൽ നല്ല ഇന്നിയറിന്റെ ആ ഒരു എഫക്റ്റും അത്രയും ഇല്ലെങ്കിൽ പോലും അതുപോലെയൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ മ്യൂസിക്കിന്റെ കാര്യമായിക്കോട്ടെ എന്തായിക്കോട്ടെ 999 ഇത് വർത്ത് ബൈങ് തന്നെയാണ്. എന്നാൽ ഡിസോ ബഡ്സ് പി ഒരു 999 അല്ലെങ്കിൽ ഒരു 1200 രൂപയ്ക്ക് കിട്ടുവാണെങ്കിൽ ഒരു 200 രൂപ കൂടി മുന്നോട്ടിട്ടിട്ട് അതിലേക്ക് പോകുകയെന്ന് ഞാൻ വീണ്ടും പറയും. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ Fire-boltt Ninja G301 കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.